വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആക്ഷൻ ആൻഡ് സ്റ്റഫ് ലെറ്റ്സ് പ്ലേയിലാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ ഇന്നൊരു വില്ലേജർ ബ്രീഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോ രാവിലെ വരേണ്ടതായിരുന്നു, പക്ഷേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ചെറുതായിട്ട് തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല സുഹൃത്തുക്കളെ. ഇപ്പം എന്തായാലും അതങ്ങോട്ട് കുറച്ച് മാറിയപ്പം ഇറങ്ങിയിരിക്കുകയാണ് വീണ്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ബ്ലോക്സ് കയ്യിലെടുക്കാം. അതുപോലെ തന്നെ ആദ്യമേ ഹോ എന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. അവിടെയാണ് പരിപാടികൾ. ക്രാഫ്റ്റിംഗ് ടേബിൾ, അവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമുക്ക് ഹോ എടുക്കാം. ഹോ ഒരു ഹോ വേണം നമുക്ക്. പിന്നെ ഈ വെള്ളമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, സീ സൈഡിൽ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഒരു വില്ലേജർ ബ്രീഡറും കാര്യങ്ങളൊക്കെ. ഇങ്ങോട്ട് മാറ്, ഇങ്ങോട്ട് വരട്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ മതി. ഇനി കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക് എടുക്കാം. ഞാൻ വിചാരിച്ചു ആദ്യമേ ഗ്ലാസ് സ്മെൽറ്റ് ചെയ്തെടുക്കാമെന്ന്, പിന്നെ വിചാരിച്ചു തൽക്കാലം ഇപ്പോൾ ഗ്ലാസ് സ്മെൽറ്റ് ചെയ്യുന്നില്ല. പകരം നമുക്ക് അല്ലാതെ നമ്മൾ സാധാരണ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ചെറിയൊരു സെറ്റപ്പ് സെറ്റ് ചെയ്തെടുക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സ്റ്റോൺ കട്ടർ എടുത്തിട്ട് നമുക്ക് സ്റ്റോൺ കട്ടറിൽ വെച്ചിട്ട് നമുക്ക് ഈ കയ്യിരിക്കുന്ന ബ്ലോക്സ് എല്ലാം നമുക്ക് വേറെ ടൈപ്പ് ആക്കാം. വേറെ ടൈപ്പ് ഏതുണ്ട്? ഡീപ് സ്ലേറ്റ്, ബ്രിക്സ്. ബ്രിക്സ് എടുക്കാം. ബ്രിക്സ് മതി. ഓക്കെ, അത് സെറ്റ്. നമുക്ക് അടുത്ത ട്രിപ്പ് വയ്ക്കാം. എല്ലാം ബ്രിക്സ്. ഇത് വയ്ക്കാം. ഇതും ബ്രിക്സ് ആക്കി എടുക്കാം. സെറ്റ്. ഇതും എല്ലാം ബ്രിക്സ്. കാരണം ബ്രിക്സ് തന്നെ മതിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്ലാസിൻ്റെ ആവശ്യം വരും, ഗ്ലാസിൻ്റെ ആവശ്യം വരാതിരിക്കില്ല. പിന്നെ വുഡില്ലടേ, വുഡില്ലെന്നാണ് തോന്നുന്നത്. ഇല്ല, വുഡ് വേറെ ഇല്ല. ഞാൻ വേറെ വെട്ടിയോ എന്തോ ഓർമ്മയില്ല. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കണം. പിന്നെന്തിനാണ്, പിന്നെന്തോ വേണമല്ലോ. വുഡ് ആവശ്യമുണ്ട്. ട്രാപ്പ് ഡോറൊക്കെ വേണം. പിന്നെ ഗ്ലാസ് നമുക്ക് സ്മെൽറ്റ് ചെയ്യാനിടാം. നമുക്ക് അടിയിൽ ഗ്ലാസ് വെച്ചുള്ള പരിപാടി ഉണ്ട്. അപ്പം അതിന് നമുക്ക് ഫുള്ള് ഗ്ലാസ് ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ ഇട്ടേക്കാം. അത് കിടന്ന് ആവും. എന്താണ് ഇത്? ഓക്കെ, അതെന്താവട്ടെ, നമുക്കതെടുത്ത് ഇവിടെ വെച്ചിട്ട് പോവാം. നമുക്ക് ഇത് ഇവിടെ സ്മെൽറ്റ് ചെയ്യാനിടാം. പക്ഷേ സ്മെൽറ്റ് ചെയ്യാൻ സാധനങ്ങളൊന്നുമില്ല, അതാണ് വിഷയം. നമുക്ക് ലീഫ് പെറ്റൽസ് ഇവിടെ വല്ലോ ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്താലോ? അതെ, ലീഫ് ലിറ്റർ. ഓക്കെ, ലിറ്ററെങ്കിൽ ലിറ്റർ. നമുക്കതെടുത്ത് ഇത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. സാൻഡ് തന്നെയല്ലേ? അപ്പോൾ ഇതെന്തോ സാൻഡ് സ്റ്റോണാണ്. ഓക്കെ, എനിവേയ്സ് നമ്മൾ വില്ലേജേഴ്സിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടില്ല. നമുക്ക് അത് സെറ്റ് ചെയ്യണം. ഇത് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴേ നൈറ്റ് ആവും. എന്ത് ചെയ്യാനാ? അപ്പോൾ വില്ലേജേഴ്സിനെ പിടിച്ചുകൊണ്ട് വരുന്നത് ഒരു വൻ ടാസ്ക്കാണ്. ഇനി നമുക്ക് നേരെ അപ്പോൾ വില്ലേജിലോട്ട് പോവാം. വില്ലേജിൽ പോയി വില്ലേജേഴ്സിനെ പിടിച്ചുകൊണ്ട് വരാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു ഫാം ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ട്, വില്ലേജർ ബ്രീഡർ ഫാം ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ട് അവന്മാരെ പിടിച്ചുകൊണ്ട് വരാം. അത് ഏതായാലും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ബെഡ് ഇവിടെ ഇട്ടിട്ട് കിടന്ന് ഉറങ്ങാം. അല്ല, ഇവിടെ ബെഡ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് കിടന്നുറങ്ങാം, വിഷയമൊന്നുമില്ല. നമുക്കിത് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ഇനി നമുക്ക് എവിടെ ഇത് ബിൽഡ് ചെയ്യാം, ഇത് എവിടെ ബിൽഡ് ചെയ്ത് സെറ്റാക്കാമെന്ന് നമുക്കൊന്ന് നോക്കണം. അതിന് മുമ്പ് കുറച്ച് വുഡ് കിട്ടുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഇല്ലെങ്കിൽ നിൽക്കുന്ന വലിയ മരം ഞാൻ മുറിക്കേണ്ടി വരും. ഇവിടെ ചെസ്റ്റൊക്കെ ഇവിടുന്ന് പൊളിച്ച് മാറ്റി ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് ഇനി പിന്നെ മുറിക്കാം. മുറിച്ചേ പറ്റുള്ളൂ, മുറിക്കാതെ കാര്യങ്ങൾ നടക്കൂല. ഓക്കെ, പിന്നെ ഇവിടുന്ന് ക്യാരറ്റ് വേണം. കമ്പോസ്റ്റർ ഉണ്ടാക്കണം, അതൊക്കെ സെറ്റ് ചെയ്യണം. കമ്പോസ്റ്റർ അവിടെ വില്ലേജിലുണ്ടെങ്കിൽ ഓക്കെ, അത് തന്നെ എടുക്കാം. ആയിട്ട് ഇത് ബിൽഡ് ചെയ്ത് തുടങ്ങട്ടെ. അപ്പോൾ ഇവിടെ വെച്ചൊരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട്, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സിമ്പിൾ പരിപാടി. 4 സൈഡിലോട്ടും
ടിൽറ്റ് ചെയ്യണം. 1 2 3 4. പിന്നെ അതുപോലെ തന്നെ 1 2 3 4. 1 2 3 4. ഇവിടെയും 1 2 3 4. ഇത് ഫുള്ള് ഒന്ന് കവർ ചെയ്തെടുക്കണം, സെറ്റ് ചെയ്തെടുക്കണം. അത്രയൊക്കെ തന്നെ നമുക്ക് ബ്രീഡറിൻ്റെ പരിപാടി. നമ്മൾ ക്യാരറ്റാണ് നടുന്നത്. ക്യാരറ്റാണ് കൂടുതൽ എഫിഷ്യൻറ്റ്. ക്യാരറ്റ് നടാം. ഇതിനെ ഇവിടുന്ന് പൊട്ടിച്ച് കളയാം. ഇവിടെ ക്യാരറ്റ് നട്ടെടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നതിനകത്തൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കാണും. കാര്യം വെച്ച് കഴിഞ്ഞാൽ വയ്യാതിരിക്കുന്നുകൊണ്ടാണ് സുഹൃത്തുക്കളെ, വേറൊന്നും തോന്നരുത്. ഓക്കെ, വേറെ സീനൊന്നുമില്ല. നമുക്ക് സംസാരിക്കുന്നത് തൊണ്ട കൊണ്ടാണല്ലോ, തൊണ്ടയ്ക്കാണ് അപ്പോൾ വയ്യാത്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അല്ലാതെ വേറെ സീനൊന്നുമില്ല. ഓക്കെ, നമുക്ക് ആ ഓക്ക് മുറിച്ചെടുത്താലും മതി ഗൈസ്. ഓക്കാണ് മെയിൻ. നമുക്ക് ഇവിടെ മുറിക്കാം. സ്ക്രൂസ് ഇവിടെ ഉണ്ട്, എങ്കിലും കുറച്ച് ഓക്ക് വേണമെങ്കിൽ മുറിച്ചെടുക്കാം. ഓക്കെ, അത്രയാണ് ഈ ഒരു ഏരിയയിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇവിടെ കുറച്ച് എന്താണ് ബെഡ് ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇടണം. അതിന് മുമ്പ് ഇനി ഇവിടെ കുറച്ച് ബ്ലോക്കൊക്കെ വെച്ച് ഈ ഒരു ഏരിയ ഞാനൊന്ന് ബിൽഡ് ചെയ്തെടുക്കട്ടെ. ഏകദേശം നമ്മൾ ഇവിടുത്തെ സ്ട്രക്ചർ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇവിടെ കൊണ്ടുവന്ന് നടാം. അതവിടെ നിൽക്കട്ടെ. അതായത് സൈഡിൽ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇവിടെ കുറച്ച് ടെറാഫോമൊക്കെ ചെയ്തെടുത്തേട്ടാ. ഇവിടെ നമുക്ക് കുറച്ച് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വില്ലേജേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലോ. അതുപോലെ തന്നെ അവിടുന്ന് കമ്പോസ്റ്റർ എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ വില്ലേജിലോട്ട് പോവാം. ഇവിടെ വുഡ് ഭയങ്കര കുറവാണ്. ഇത്ര മരം നിന്നിട്ട് വുഡ് കുറവാണെന്ന് പറയുന്നത് ഞാൻ മാത്രമായിരിക്കും. എനിവേസ് അത് കുറവാണ്. അപ്പം ഇനി ഇവന്മാരെ കൊണ്ടുവരണം. അതിനിപ്പോൾ ബോട്ട് അവിടെ കിടപ്പുണ്ട്. നമുക്കത് ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണം പൊട്ടിച്ചെടുക്കാം. ലീഷ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. ലീഷിൻ്റെ ആവശ്യം വരും. ലീഷും വേണം. ഓക്കെ, ലീഷും വേണം. കിടക്കുന്ന 2 ബോട്ടും പൊട്ടിച്ചെടുക്കാം. ബായ്, പെട്ടെന്നാവട്ടെ, സമയം കുറവുണ്ട്. കൈ കയറി എന്തോ അറിയാൻ വയ്യ. നോക്കട്ടെ. ഒന്ന് ബോട്ട് വിത്ത് ചെസ്റ്റാണ് ഗുയിസ്. അത് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അത് തിരിച്ചിവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ട് പോവാം. അല്ലെ പിന്നെ ഇനി അതിൻ്റെ തപ്പി നമ്മൾ വേണ്ടി വരും. അത് കുറച്ചുകൂടി ഇറങ്ങണം. അത് കുഴപ്പമില്ല. ആരും വന്ന് നോക്കുന്നില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ വിഷയമില്ല. ബാബായ പോലെ ബൈ ബ്രോ. ഓക്കെ, കമോൺ. പരിപാടികളൊക്കെ സെറ്റാണ്. ഡോൾഫിൻ, നൈസ് ബ്രോ. ഫൈനലി ഗൈസ് നമ്മുടെ വില്ലേജർ ബ്രീഡറിൻ്റെ ഏകദേശം പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വില്ലേജറിനെ പിടിച്ചോണ്ടിട്ടോ അണ്ടർഗ്രൗണ്ടിലെ വഴിയും സെറ്റാക്കി, ഇൻവെൻറ്ററിയും ചെറുതായിട്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കി. എന്നാലും കുറേയൊക്കെ വേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ അടിയിൽ കുഴിച്ച വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു. പിന്നെ ക്യാരറ്റ് എടുത്തുകൊണ്ട് വന്നു. ഇനി ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്തതെന്ന്. ഓക്കെ, ഇവിടെ നമ്മുടെ വില്ലേജർ കളക്ഷൻ ഏരിയ സെറ്റ് ചെയ്തു. പവേർഡ് റെയിലും ഒക്കെ വെച്ചു. പിന്നെ നമ്മുടെ ഡിസ്പെൻസർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് മൈൻ കാർട്ട് കൊണ്ടുവയ്ക്കണം. അതിനുള്ള അയൺ എൻ്റെ കയ്യിൽ ഇത് ഉണ്ട്. പിന്നല്ലാതെ ഞാൻ അവിടെ വേറെ ഇരുന്ന് അയൺ എടുത്താണ് ഞാൻ ഈ ഒരു റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ റെയിൽ ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്താണ് ഇത് ചെയ്തത്. അപ്പോഴേ ഈ കയ്യിരിക്കുന്ന അയൺ വെച്ച് മൈൻ കാർട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ കുറച്ചുകൂടെ അയൺ ആയിട്ട് നമുക്ക് ആ പരിപാടി സെറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ വില്ലേജേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ വില്ലേജർ ആയതിന് ശേഷം മാത്രമേ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാൻ പറ്റൂ. ഏകദേശം 20-30 വില്ലേജേഴ്സ് വേണം നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ. ഓക്കെ, ഇവിടെ നമ്മളൊരു ചെറിയൊരു കളക്ഷൻ ഏരിയ സെറ്റ് ചെയ്തു. ഞാൻ അവിടെ അതുകൊണ്ട് ക്യാരറ്റും ഫുള്ള് നമ്മൾ ഫാം ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇത് വീണ്ടും പൊളിക്കണം. ഓക്കെ, നമുക്ക് നമുക്കിവിടെ അവന്മാർക്ക് ഈ ഒരു ക്യാരറ്റ് എറിഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിവിടെ വയ്ക്കണം. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് എടുത്ത് എറിയാം.
അറിയാൻ പറ്റാത്തത് സെറ്റ് ഓക്കെ. ഒരു സ്റ്റാക്ക് ഇത്രയും പെട്ടെന്ന് എറിഞ്ഞു കയറുന്നു. ഒരു സ്റ്റാക്ക് അല്ലെന്ന് തോന്നുന്നു ഞാൻ എറിഞ്ഞത്. ഓക്കെ, നമുക്ക് പല സൈഡിൽ നിന്ന് എറിഞ്ഞു കൊടുക്കാം. അവരിനി അത് ഫുള്ളി ഒരു ഇൻവെൻ്ററി ഫുള്ള് നിറഞ്ഞ് തമ്മി എടുത്ത് എറിയണം. അതിനാണ് എൻ്റെ ഒരു ലക്ഷ്യം. നമുക്ക് ദൂരോട്ട് എറിഞ്ഞു കൊടുക്കാം. കുറേ കിടക്കട്ടെ. ഫുള്ള് കൈ കയറിയല്ലോ. ഇനി ഇതെടുത്തെറിയാം. നമ്മൾ മൊത്തത്തിൽ എറിയുന്നില്ല. കാര്യം വെച്ചാൽ കുറച്ച് നമുക്ക് കഴിക്കാനോട് വേണം. നമ്മളെ ബെറി തീർന്നു. അമ്മമാരെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ബെറി നമ്മൾ കഴിച്ച് തീർത്തു. ഓക്കെ, അപ്പോൾ ഫാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാരറ്റൊക്കെ വളരണം. അമ്മമാരിവിടെ കൃഷി ചെയ്ത് തുടങ്ങണം. പിന്നെ ഇവിടെ AFK നിൽക്കേണ്ടി വരും. അങ്ങനെ ഇനി വില്ലേജേഴ്സ് ആവണം. കുറേ വില്ലേജേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വില്ലേജേഴ്സിന് വേണ്ടി നമ്മൾ ഈ 2 ബെഡ് കൂട്ടണ്ട, അത് അവരൊക്കെ ഉള്ളതാണ്. പിന്നെ 3, 5, 8 ബെഡ് കിടപ്പുണ്ട്. 8 വാവ്, കറക്റ്റ് ടൈമിങ്. ഓക്കെ, അപ്പോൾ ഒരു ബേബി വില്ലേജർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മളെ വില്ലേജർ ബിൽഡർ സക്സസ്ഫുള്ളി വർക്കിംഗ് ആണ്. അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ചെയ്തൊരു സാധനമാണ്. ഇവന്മാരെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ റെഡി ആക്കിയെടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഭാഗം ഒന്നും വീഡിയോയ്ക്കകത്തില്ല. നമ്മൾ ഒരുപാട് ഭാഗം ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് സ്ഥിരം അറിയാവുന്ന പരിപാടികളാണ്. പിന്നെ അത് നിങ്ങൾക്ക് ഇനി കാണിച്ചു തരുന്നത് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 2K ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റു ദിവസം കാണാം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇറ്റ്സ് ബീൻ നോട്ട് ക്രാഫ്റ്റ് 280 സൈനിങ് ഓഫ്. ബൈ.